നമ്മൾ കേക്കിരിയുടെ കാത് കുത്താൻ വേണ്ടി വന്നേക്കാണ് ഇവിടെ ഹോസ്പിറ്റലിൽ. അപ്പം എൻ്റെ ചെക്കപ്പ് കഴിഞ്ഞു. ആക്ച്വലി എൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് ഇവളുടെ കാത് കുത്താൻ വേണ്ടി ഇന്ന് വരുന്നേക്കാം. കാരണം ഇത്തിരി വലുതായി കഴിഞ്ഞാൽ പിന്നെ വേദനയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ബാംഗ്ലൂരേക്ക് തിരിച്ച് പോകണതിന് മുമ്പ് ആ ചടങ്ങും കൂടെ അങ്ങോട്ട് തീർത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്താവും, പെണ്ണ് കരയാനൊരു കാര്യമില്ല, കിടക്കുന്ന ആളായത് കാരണം കണ്ടറിയാം എന്താവും. ഹോസ്പിറ്റലിൽ കാത് കുത്തുമ്പോൾ അവർ സ്റ്റെറിലൈസ് ചെയ്ത നീഡിൽ വെച്ചിട്ടാണ് കാത് കുത്തുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു 15 to 20 മിനിറ്റ്സ് അവരൊരു ഓയിൻമെൻറ്റ് പുരട്ടി കാത് മരവിപ്പിക്കും. അത് കാരണം കുട്ടികൾക്ക് അങ്ങനെ പെയിൻ അറിയാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത്. മാക്സിമം പോയ ഒരു 5 മിനിറ്റ്സ് അത്രയും കുട്ടികൾ കരയാറുള്ളൂ പൊതുവെ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ്സ് അറൗണ്ട് 30 മിനിറ്റ്സ് വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെ 1560 ആണ് പിയേഴ്സിങ്ങിന്, പ്ലസ് ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കണം. അപ്പോൾ പ്രൊസീജിയർ റൂമിലേക്ക് അവർ കൊണ്ടുപോകും. എന്നിട്ട് അവരാണ് പിയേഴ്സ് ചെയ്യുക. നമ്മളെ നോർമലി പോലെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം പല പിള്ളേരും ഭയങ്കരമായിട്ട് കരയും. ചില പിള്ളേർക്ക് ഒരു പൊട്ടിക്കൊരു സെക്കൻഡ് നേരത്തൊക്കെ ചിലപ്പോൾ ഒന്ന് ഫെയിൻ്റ് ആവുന്ന പോലെയൊക്കെ ഉണ്ടാവും. പാരൻസ് അത് കാണുമ്പോൾ പാനിക് ആവുന്നു. അതുകൊണ്ട് അവർ ഹോസ്പിറ്റൽ പോളിസി അപ്ഗ്രേഡ് ചെയ്ത് ബൈസ്റ്റാൻഡേഴ്സിനെ അലൗ ചെയ്യില്ല. പ്ലസ് റെക്കോർഡിങ്ങും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇനി കൊണ്ടുപോയി കുത്തി കഴിഞ്ഞായിരിക്കും നമ്മൾ കാണാം. അപ്പോൾ നമ്മുടെ പാറക്കുട്ടി ഇതേ കാതൊക്കെ കുത്തി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു വിതുമ്പലുണ്ടായിരുന്നു. ആ കുത്തിയ സമയം ഒരു 5 മിനിറ്റ്സ് കുട്ടി കരഞ്ഞായിരുന്നു. അതിനുശേഷം ആൾ ഇങ്ങനെ ഒരു നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വിതുമ്പൽ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കാതുകുത്തൽ വിശേഷങ്ങൾ.